തിരുക്കുറളും മൊബൈലിലൂടെ ജനങ്ങളിൽ എത്തിച്ച മലയാളിയായ PR ഹരികുമാറാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഇന്ത്യയിലെ ആദ്യത്തെ പോക്കറ്റ് ചിത്രമാണ് എ ബോയ് ഇൻ ഹിസ് ടൈം. വരുംകാലങ്ങളിൽ മൊബൈൽ ഫോണുകളാവും ദൃശ്യ സംസ്കാരത്തിന്റെ പുതിയ രൂപം എന്ന ചിന്തയാണ് ചിത്രം നിർമ്മിക്കാനുള്ള പ്രചോദനമെന്ന് ഹരികുമാർ പറയുന്നു. ഇന്ത്യൻ സമൂഹത്തിൽ മാത്രമല്ല, ലോകമാകെ തന്നെ മൊബൈൽ ഫോണുകൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. മാത്രമല്ല, അത് അവിടെ നിന്ന് കടന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വളരെ വൈകാരികതയെ പ്രത്യക്ഷവൽക്കരിക്കുന്ന ഉപകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ ഉപകരണം കലാപരമായിട്ടുള്ള അവതരണത്തിന് സുസജ്ജമായി എന്നാണ് അർത്ഥം. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പോക്കറ്റ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ലെങ്കിലും പാരീസിൽ നടക്കുന്ന പോക്കറ്റ് ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നാണ് ഹരികുമാറിന്റെ പ്രതീക്ഷ. കുറഞ്ഞ ചെലവിൽ കഥകൾ ആഖ്യാനം ചെയ്യാനുള്ള മാർഗങ്ങളാണ് പോക്കറ്റ് ചിത്രങ്ങൾ. ഇവ യുവതലമുറ പുതിയ തലങ്ങളിൽ എത്തിക്കുമെന്നാണ് ചലച്ചിത്ര നിരൂപകർ കരുതുന്നത്. ദീപു, തിരുവനന്തപുരം. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു വ്യത്യസ്തമായ വാർത്തയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മൊബൈൽ ചിത്രത്തിന്റെ സംവിധായകനായ കാലടി ശ്രീ ശങ്കര കോളേജിലെ മലയാളം അധ്യാപകൻ PR ഹരികുമാർ ന്യൂസ് ആൻഡ് ന്യൂസിൽ പങ്കെടുക്കുന്നു. ശ്രീ ഹരികുമാർ, ഇത്തരം ഒരു സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ ഒരു സങ്കേതവും ചലച്ചിത്രത്തിനായി അല്ലെങ്കിൽ അത്തരം ഒരു മാധ്യമത്തിനായി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് എത്രമാത്രം ആശയവിനിമയം സാധ്യമാകും? ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ മറ്റു ചലച്ചിത്രങ്ങളെ പോലെ തന്നെ ഒട്ടും പുറകിലല്ല ഈ പോക്കറ്റ് ഫിലിമിന്റെ സാധ്യതകൾ. കാരണം നമ്മൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സമൂഹത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ സാങ്കേതിക ഉപകരണം നമ്മുടെ വൈകാരികതയെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനത് തയ്യാറായി കഴിഞ്ഞാൽ നമുക്കത് കലയുടെ മേഖലയിലേക്ക് ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ഉപയോഗിക്കാൻ സജ്ജമായി എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഞാൻ മൊബൈലിന്റെ ടെക്സ്റ്റൈലായിട്ടുള്ള സാധ്യതകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മുന്നോട്ട് എന്റെ പ്രയത്നങ്ങളിലൂടെ വെളിയിൽ വന്നായിരുന്നു, രാമായണവും മറ്റും. ഇപ്പൊ അത് വിഷ്വലായിട്ട് എങ്ങനെ നമ്മുടെ അതിന്റെ സാധ്യതകൾ അന്വേഷിക്കാമെന്നായിരുന്നു ഞാൻ കഴിഞ്ഞ മാസത്തെ ആദ്യത്തെ വർക്കിലേക്ക് തന്നെ പോകാം. വളരെ ചുരുക്കി, എങ്ങനെയാണ് രാമായണം പോലെയുള്ള ഇതിഹാസ തുല്യമായ കാര്യങ്ങൾ ഈ മൊബൈലിലേക്ക് പകർത്തിയത്? എന്തായിരുന്നു അതിന്റെ ഒരു സന്ദേശം? അത് നമ്മൾ സാഹിത്യപരമായിട്ടുള്ള ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് സാഹിത്യത്തെ എങ്ങനെ മൊബൈൽ ഫോണിൽ വെറുതെ നമുക്ക് വിളിക്കുവാനും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുവാനുള്ള ഒരു സാധ്യതയ്ക്ക് അപ്പുറം സാഹിത്യത്തെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാമെന്നുള്ള എന്റെ അന്വേഷണത്തിലാണ് റീഡ് മാനിയാക് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നെറ്റിൽ കിട്ടുകയും അതിന് 4-5 ഫോണ്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇംഗ്ലീഷ് അടക്കം. ഇന്ത്യൻ ഭാഷകളിലൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഈ ഇന്ത്യൻ ഭാഷകളിൽ ചിലത് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഫോണ്ടുകൾ ആഡ് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുകയും മലയാളം ഫോണ്ട് ആഡ് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോണിനെ ഉപയോഗപ്പെടുത്തുക. അന്താരാഷ്ട്ര വേദികളിൽ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഫിലിം ഫെസ്റ്റിവലുകൾ ഉണ്ട് താനും. ഇതിനൊരു ചിത്രീകരണ രീതികൾ എങ്ങനെയായിരുന്നു അതിനുവേണ്ടി ഒരു സംഗീതം രൂപപ്പെടുത്തിയത്? ഇതിന്റെ ഒരു സംഗീതം എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും സിനിമയുടെ തന്നെയാണ്. പക്ഷേ സിനിമയുടേതിനേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യം മൊബൈൽ ക്യാമറ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പരിമിതികൾ തീർച്ചയായിട്ടും പരിമിതികളുണ്ട്. അത് അതിന്റെ ക്ലാരിറ്റിയിലാണ്. ഇപ്പൊ നമ്മളിപ്പോ മൊബൈൽ സ്ക്രീനിൽ നമ്മൾ കാണുന്നു, ഇത് നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണാം, മീഡിയ പ്ലെയർ ഉപയോഗിച്ചിട്ട്. അങ്ങനെ തന്നെ LCD പ്രൊജക്ടർ ഉപയോഗിച്ച് ചെറുതായിട്ട് നമുക്ക് മോണിറ്ററുകൾ നമ്മുടെ പ്രസന്റേഷൻ സ്ക്രീനിലും കാണിക്കാം. പക്ഷെ അത് വലുതാകുമ്പോൾ അതിന്റെ ക്ലാരിറ്റി കുറയും. റെസല്യൂഷൻ കുറഞ്ഞ ക്യാമറകളാണ് മൊബൈൽ ക്യാമറ എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ കുറച്ചുകൂടി കൂടിയ ക്യാമറകൾ നിലവിലുണ്ട്, അത് ഉപയോഗിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി ഉപയോഗിക്കും. ഇടയ്ക്ക് വെച്ച് പരിമിതികളിലേക്ക് പോവുകയും സാധ്യതകളെ കാണുന്നില്ല. സാധ്യതകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഈ പാരീസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഡയറക്ടർ ചൂണ്ടിക്കാട്ടിയതുപോലെ നെറ്റിൽ നിന്ന് വായിച്ചതാണ്. പുള്ളി പറഞ്ഞത് ഇത് നമുക്ക് നമ്മുടെ സംവിധായകനും നടനും ഇടയ്ക്ക് ക്യാമറ ഒരു വലിയ പ്രശ്നമാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത്രയും ഒരു സാന്നിധ്യം ഇത് വരുന്നില്ല. ഇത് എങ്ങനെ വേണോ, ഏത് ആംഗിളിൽ എങ്ങനെ വേണോ, എവിടെയും എപ്പോഴും നമുക്ക് കൊണ്ടു നടന്ന് ഷൂട്ട് ചെയ്യാവുന്ന ഒരു സംഗതി ആയതുകൊണ്ട് കൂടുതൽ മനുഷ്യ സഹജമായി ഒരു മനുഷ്യ സമീപനം ഇക്കാര്യത്തിലുണ്ട്. മൊബൈൽ ക്യാമറ ഈ നടനും സംവിധായകനും ഇടയിലുള്ള ഈ മതിലിനെ എടുത്തു മാറ്റുകയും കൂടുതൽ സുതാര്യമായ ഒരു തലത്തിൽ അഭിനയത്തെ കൊണ്ടുവരികയും ചെയ്യുന്നത് കൊണ്ട് സിനിമകളെ അപേക്ഷിച്ച് ഇത് കൂടുതൽ ഹൃദ്യമായിരിക്കും, മനുഷ്യ യോഗ്യമായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത്. ഈ ചലച്ചിത്രമേളയിൽ ഇത് പ്രദർശിപ്പിക്കുന്നില്ല, പക്ഷേ ചലച്ചിത്രമേളയിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ താങ്കൾ സജീവമാണ്. എങ്ങനെയാണ് പുതിയൊരു സംവിധാനത്തെ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ഈ സിനിമ സംബന്ധമായ ക്രിയേറ്റിവിറ്റി ഉള്ള ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട്. വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൊതു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എല്ലാവരുടെ മനസ്സിലും അതൊരു പെർഫോമൻസിന്റെ പ്രശ്നം കയറി വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മൾ വളരെ കുറഞ്ഞ ചെലവില് നമുക്ക് ഈ മൊബൈൽ ഉപയോഗിച്ച് നമ്മുടെ ഒരു ആശയത്തെ, അനുഭവത്തെ പ്രത്യക്ഷവൽക്കരിക്കാൻ, ഒരു കലാശില്പമാക്കി മാറ്റാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. പാരീസ് ഫെസ്റ്റിവലിലേക്ക് ഇത് തന്നെയാണ് വായിക്കാൻ ശ്രമിക്കുന്നത്. പരിഷ്കരിച്ച വേറെ ഏതെങ്കിലും? തീർച്ചയായിട്ടും ഇനി 1-2 സ്ക്രിപ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്തിട്ട് മെച്ചപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് പാരീസ് ഫെസ്റ്റിവലിൽ കഴിഞ്ഞ തവണ വാർദ്ധക്യത്തിന്റെ
വിഷയത്തിനാണെന്ന് തോന്നുന്നു മൊബൈൽ ഫോൺ മുൻതൂക്കം ലഭിക്കുകയും അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. പുതിയൊരു സംരംഭത്തോടുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രതികരണം അതുകൂടിയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുക. തീർച്ചയായിട്ടും ആശാവഹമാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് യുവാക്കൾ ഇതിനെ കണ്ടത്. ഇന്നിപ്പോ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയിൽ ഇതിനെ മാധ്യമങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ തന്നെ ചെറുപ്പക്കാർ ഒത്തിരി വരികയും അത് കാണുകയും ചെയ്തു. വളരെ നല്ല അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തി. ശ്രീ PR ഹരികുമാർ ഈ വ്യത്യസ്തമായ മൊബൈൽ സിനിമയുടെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിന്റെ സംവിധായകൻ ശ്രീ PR ഹരികുമാറാണ് ഇപ്പോൾ സംസാരിച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോകുന്നു.